ശ്രീജിത്തെ, കുംഭമേളയോടനുബന്ധിച്ച് ഗംഗയിൽ മുങ്ങിയാൽ ദാരിദ്ര്യം മാറുമോ എന്നാണ് ചോദ്യം. ഈ ചോദ്യം ചോദിച്ചത് ഒരു യുക്തിവാദിയല്ല, നിരീശ്വരവാദിയല്ല, ഒരു അഹിന്ദുവല്ല. ഈ ചോദ്യം ചോദിച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ ആണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത്? അദ്ദേഹം ഒരു ഹിന്ദു വിരുദ്ധ സമീപനം കോൺഗ്രസ്സിനുണ്ട് എന്ന് തെളിയിക്കുകയാണോ ഇതിലൂടെ? കോൺഗ്രസ്സിന് ഇപ്പോൾ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം ഹിന്ദുയിസത്തെ എതിർക്കുക എന്നത് ദളിത് അംബേദ്കറിൻ്റെ ആശയങ്ങൾ ഉയർത്തിക്കാട്ടി ഹിന്ദുക്കളെ എതിർക്കുക എന്നതാണ് അവരുടെ തന്ത്രം. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അറിയാം. അതോടൊപ്പം തന്നെ പുതിയൊരു രാഹുൽ ഗാന്ധിയുടെ തന്ത്രമാണ്. ഇപ്പോൾ ഇടക്കാലത്തൊരു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുണ്ട്, ഫാഷൻ ഷോയിൽ എന്തുകൊണ്ട് ആദിവാസികൾ പങ്കെടുക്കുന്നില്ല, ദളിതർ പങ്കെടുക്കുന്നില്ലെന്ന്. അങ്ങനെ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയി അദ്ദേഹം ജാതി ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് പണ്ട് നാം കണ്ടിട്ടുള്ളത് ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നാണ്. ഈ ബ്രിട്ടീഷുകാരായിരുന്നു ഈ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും എല്ലാം തമ്മിലടിപ്പിച്ച് അധികാരം കയ്യേറിയതായിരുന്നു നാം ചരിത്രത്തിലെല്ലാം പഠിച്ചിട്ടുള്ളത്. അതിന് സമാനമായാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഈ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും പയറ്റുന്ന ഒരു തന്ത്രം. ഈ ജാതി തിരിച്ച് തമ്മിലടിപ്പിച്ച് എന്തെങ്കിലും വോട്ട് ലഭിക്കുകയാണെങ്കിൽ അത്രയും കിട്ടുമെന്ന് കരുതിയാണ് ഇപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നത്. കാരണം ഇത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഖാർഗെയുടെ ആദ്യ പ്രസ്താവനയൊന്നുമല്ലല്ലോ. കാരണം ഹിന്ദു തീവ്രവാദം മുതൽ കോൺഗ്രസിൻ്റെ പാരമ്പര്യം അതാണല്ലോ. ഒരു 10-15 വർഷമായി നാം ഇത് കാണുന്നതാണ്. നിരന്തരം ഇത്തരം ഹിന്ദുക്കൾക്കെതിരായുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടാകുകയും അവരെ BJPക്കെതിരെ എന്നുള്ള നാട്യത്തിൽ ഹിന്ദുക്കൾക്കെതിരെ പറയുക. അതെ, അത് BJPക്കെതിരായിട്ടല്ല, RSSനെതിരായി. RSSനെ നമ്മൾ എതിർക്കുന്നു എന്ന ധാരണയിൽ അങ്ങനെ ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുക. അതാണ് ഞാൻ സൂചിപ്പിച്ചത് ആദ്യം. കാരണം നമുക്കറിയാം, ഹിന്ദു തീവ്രവാദി എന്നൊരു പ്രസ്താവന പണ്ട് പ്രയോഗം ആഭ്യന്തരമന്ത്രി കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് സുശീൽ കുമാർ ഷിൻഡെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ഭാഗത്ത്, മഹാരാഷ്ട്രക്കാരനാണ്, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അത്തരം ദിഗ്വിജയ് സിംഗ് ഏറ്റെടുത്തു. അത്തരം പ്രസ്താവനകൾ ഇങ്ങനെ തുടർച്ചയായി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നാം മറ്റൊരു കാര്യം ചിന്തിക്കണം. ഈ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിയത് മുഴുവൻ ഈ എന്തെല്ലാം ഈ ദളിത് സ്നേഹം പറയുമ്പോഴും അവിടുത്തെ ഉത്തർപ്രദേശിലെ മുന്നോക്ക സമുദായം ഉൾപ്പെടെയുള്ളവരായിരുന്നു. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ മുന്നോക്ക സമുദായമാണ് കോൺഗ്രസിനെ വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടിയത്. പക്ഷേ ഈ കോൺഗ്രസ്സാണ് ഏറ്റവും കൂടുതൽ ദളിതരെ സ്ഥാനത്തിൽ നിന്നും മാറ്റി നിർത്തിയത്. കാരണം അറിയാം, ഈ അംബേദ്കറിനെ കുറിച്ച് ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ള BSP പാർട്ടിയാണ്. അതിനു മുൻപ് വരെ കോൺഗ്രസ് ഉത്തർപ്രദേശിൽ അധികാരത്തിൽ ഉണ്ടായിരുന്നിട്ടുണ്ടല്ലോ. അവർ ഈ BSP ഉൾപ്പെടെയുള്ള അവർക്ക് വോട്ട് ചെയ്യുന്ന പിന്നോക്ക സമുദായത്തെ പരിഗണിപ്പിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് പരിഗണിച്ചിട്ടില്ല. ആ രീതിയിൽ തന്നെ കോൺഗ്രസ് എല്ലാ കാലത്തും മുന്നോക്കർക്ക് വേണ്ടിയുള്ള ഒരു പാർട്ടിയായിരുന്നു. പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരെ പരിഗണിച്ചിട്ടില്ല. ഈ ആദ്യത്തെ എന്നിട്ട് ഈ BJP അവർ കുറ്റപ്പെടുത്തുകയാണ്. BJP അവർ ഈ സവർണ പാർട്ടി എന്നെല്ലാം പറയുമ്പോഴും ആദ്യത്തെ ഇപ്പോഴുള്ള നമുക്ക് ആ ലിസ്റ്റ് എടുത്ത് നോക്കി തന്നെ അറിയാം. പ്രധാനമന്ത്രി OBC ആണ്, പ്രസിഡന്റ് ആണെങ്കിൽ പട്ടികവർഗമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ST വിഭാഗത്തിൽ നിന്ന് ഒരു രാഷ്ട്രപതി ഉണ്ടാകുന്നത്. അത്തരത്തിൽ തന്നെ BJP എതിർക്കുമ്പോഴും അവർ അക്കാര്യങ്ങളിലെല്ലാം അഡ്രസ്സ് ചെയ്ത് അവരെ ബാലൻസ് ചെയ്ത് അവരെ കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പക്ഷേ എല്ലാ കാലത്തും കോൺഗ്രസ് എപ്പോഴും ഈ തത്വം പറയുമ്പോൾ കേരളത്തിലുള്ള ഇടതുപക്ഷത്തെ പോലെയാണ്. കേരളത്തിലെ ഇടതുപക്ഷവും ഇത്തരത്തിൽ ദളിതന് വേണ്ടി സംസാരിക്കും. പക്ഷെ എല്ലാവരും ചോദിക്കും, നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോയിൽ എത്ര ദളിതരുണ്ടെന്ന് പറയുമ്പോൾ കൈമലത്തി കാണിക്കുന്നത് ആ സാഹചര്യമാണുള്ളത്. അംബേദ്കർക്ക് ഭാരതരത്ന പോലും നിഷേധിച്ചിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അംബേദ്കർക്ക് ഭാരതരത്ന നിഷേധിച്ചാൽ എന്തല്ലോ, ഒരു കുടുംബത്തിന് മുഴുവൻ ലഭിച്ചിട്ടില്ല. അത് സ്വയം തന്നെ പ്രഖ്യാപിച്ചെടുക്കുക. അങ്ങനെ ഞാൻ തന്നെ എന്റെ പേര് എഴുതി ഞാൻ തന്നെ എനിക്ക് സമ്മാനിക്കുക. പിന്നെ എന്തെല്ലാം ഭാരതത്തിൽ എന്തെല്ലാം ഈ അവാർഡുകളുണ്ടോ, പുരസ്കാരങ്ങളുണ്ടോ, എല്ലാം ആ കുടുംബത്തിന്റെ ആ റൂമുകളിൽ കാണും. ഗാന്ധി കുടുംബത്തിന്റെ ആ മുറികളിൽ ഉണ്ടാവും. എന്നിട്ട് അവർ ഈ ദളിതനെയും എല്ലാവരും ഒരു ചെറിയ വിയോജിപ്പുണ്ട് കേട്ടോ എനിക്ക്. ഗാന്ധി കുടുംബം എന്നല്ല, നെഹ്റു കുടുംബം എന്നല്ലേ പറയേണ്ടത് വാസ്തവത്തിൽ. അവരെ ഗാന്ധിയെ ഇങ്ങ് ഹൈജാക്ക് ചെയ്തതല്ലേ വാസ്തവത്തിൽ. അല്ല, അത് നമ്മൾ ഉൾപ്പെടെയുള്ളവരെ അവർ വർഷങ്ങളായി പറ്റിക്കുന്നു എന്നുള്ളതാണ്. അതെ,
എന്തായാലും നെഹ്റു കുടുംബം ആ അവാർഡുകൾ മുഴുവൻ പുരസ്കാരങ്ങൾ നേടിയിരിക്കുന്നു. എന്തായാലും ഹിന്ദു വിരോധം അവർ തുടരുകയാണ്. ഇവർ എന്നാണോ ഹിന്ദു വിരോധം ആരംഭിച്ചത് അന്നാണ് ഈ പാർട്ടിയുടെ തകർച്ച തുടങ്ങിയത്. കാരണം ഈ രാജീവ് ഗാന്ധിയുടെ എല്ലാം സമയത്ത് പാർട്ടിയെല്ലാം വലിയ രീതിയിൽ ഉയർന്നു വന്നതാണ്. കാരണം രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ളവർ അങ്ങനെ നമുക്കറിയാമല്ലോ, ഒരു മതത്തെയും എതിർക്കാനും പോകണ്ട, ഒരു മതത്തെയും പിന്തുണയ്ക്കാൻ പോകണ്ട. തങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ, തങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അതെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത് അതാണ്. അത്തരത്തിൽ മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിലാണ് അവിടെ മതം പറയുകയും ഈ ന്യൂനപക്ഷങ്ങൾക്ക് അമിതമായ പരിഗണന. ഷാബാനു കേസാണ് അതിന്റെ ഏറ്റവും നല്ല ശക്തമായ ഏറ്റവും വ്യക്തമായ ദൃഷ്ടാന്തം. അങ്ങനെ ഈ ന്യൂനപക്ഷത്തിന് അമിതമായ പരിഗണന നൽകുകയാണ്, അവർക്ക് സംവരണങ്ങൾ നൽകുന്നു. ഈ വഖഫ് ബോർഡ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ എന്തിനാണ് അനാവശ്യമായി അങ്ങനെ നൂറുകണക്കിന് കോൺഗ്രസ് കൊണ്ടുവന്നതാണ് ഇതെല്ലാം. അങ്ങനെ നൂറുകണക്കിന് സംഭവങ്ങളാണ് ഈ ന്യൂനപക്ഷത്തെ അമിതമായി സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതെല്ലാം ഈ ഹിന്ദുക്കൾക്കെതിരെ ഈ ശക്തമായ പ്രീണന രാഷ്ട്രീയമാണ് കോൺഗ്രസ് പയറ്റിയത്. അതാണ് അവരുടെ നാശത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. അല്ല, എന്നിട്ട് അവർ അതിനെക്കുറിച്ച് തിരിച്ചറിയാതെ അത് പഠിക്കാതെയാണ് അവർ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഏറ്റവും അവസാന ഉദാഹരണമാണ് ഈ കോടിക്കണക്കിന് 40 കോടിയിലധികം പേർ പങ്കെടുക്കുന്ന മഹാകുംഭമേളയിൽ ഒരു മതവിഭാഗം വളരെ ഭക്തിയോടുകൂടി തന്നെ അവിടെ സന്ദർശിക്കുകയും അവരുടെ ദുഃഖങ്ങളും പാവങ്ങളും എല്ലാം വിദേശികൾ പോലും വന്ന് ആ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയണം. ഇവിടെ ഡൽഹിയിൽ ഇലക്ഷൻ നടക്കുകയാണ്, ബീഹാറിൽ അടുത്ത തവണ ഇലക്ഷൻ വരാൻ. അപ്പോൾ അവിടെ എത്തി രാഷ്ട്രീയം പറയാനുള്ളത് ഈ ഗംഗയിൽ മുങ്ങിക്കുളിച്ചാൽ ഈ ദാരിദ്ര്യം മാറുമോ? പണ്ട് ഇതിന് സമാനമായ ചോദ്യമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ നിർമ്മിച്ചപ്പോഴും. ഈ പ്രതിമ നിർമ്മിച്ചാൽ അതെ ദാരിദ്ര്യം മാറുമോ എന്ന്. ഇപ്പോൾ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമായ ആ പ്രദേശം മാറി. അങ്ങനെയുള്ള ഈ അനാവശ്യമായ വിവാദങ്ങളാണ് ഈ പാർട്ടിയെ ഇത്തരത്തിൽ എത്തിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കളെ ഉയർത്തിക്കാട്ടുക ഉള്ള ശ്രമമല്ല. നമുക്കറിയാം എത്രയെത്ര ഇപ്പോൾ BJPയുടെ ഏറ്റവും കരുത്തരായിരിക്കുന്ന നേതാക്കളെല്ലാം ഒരു കാലത്ത് കോൺഗ്രസിന്റെ പ്രൊഡക്റ്റുകളായിരുന്നല്ലോ. ആ പാർട്ടിയിൽ നിന്നും അപ്പോഴേക്ക് ഇവർക്ക് നെഹ്റു കുടുംബം അങ്ങനെ ആ ചിന്തയാണ് ആ പാർട്ടിയെ വലിയ രീതിയിൽ തകർത്തിയത്. നെഹ്റു കുടുംബത്തെ എതിർക്കുന്നവരെ ആ പാർട്ടിയിൽ വളർത്തില്ല. അതോടൊപ്പം തന്നെ ഈ നെഹ്റു കുടുംബാടകർക്ക് മാത്രമേ അവിടെ അവസരങ്ങളുള്ളൂ ആ രീതിയിൽ. കാരണം ഇപ്പോൾ BJPയുടെ ഏറ്റവും കരുത്തനായ നേതാവാണ് ഹിമന്ത ബിശ്വാസ്. അദ്ദേഹം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ഒരു കാലം. പിന്നെ ഇപ്പോഴുള്ള പല കേന്ദ്രമന്ത്രിമാർ, ജ്യോതിരാദിത്യ സിംഗ്, മധ്യപ്രദേശിൽ BJP തുടർച്ചയായി തന്നെ അധികാരത്തിൽ വരുന്ന ഒരു സമയമുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് BJP അവിടെ നിന്നും തുടച്ചു നീക്കുന്ന രീതിയിലേക്ക് ജ്യോതിരാദിത്യ സിംഗ് കഴിഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാതെ കമൽനാഥിനെ മുഖ്യമന്ത്രിയാക്കിയതിന് പിന്നാലെയാണ് അദ്ദേഹം പാർട്ടി വിടുന്നത്. ഈ കമൽനാഥ് ആരാണോ, ഈ ഖാർഗെക്ക് സമാനമായി തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെ അടിമയായി പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ കമൽനാഥ്. അങ്ങനെ ഇതിന് സമാനമായ സാഹചര്യം നാം രാജസ്ഥാനിൽ കണ്ടിരുന്നു. സച്ചിൻ പൈലറ്റ് അദ്ദേഹം ഈ കോൺഗ്രസ് തകർന്നിരുന്നപ്പോൾ അദ്ദേഹം ഈ ജനകീയ സമരങ്ങളും യുവാക്കളെ എല്ലാം വോട്ട് വാങ്ങി അധികാരത്തിൽ വരുമ്പോഴും മറ്റൊരാളെയാണ് അവിടെ അശോക് ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രിയായി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തോ ഭാഗ്യത്തിനാണ് ഇപ്പോഴും ആ പാർട്ടിയിൽ തുടരുന്നത്. അങ്ങനെ നൂറുകണക്കിന് നേതാക്കളെയാണ് ഈ രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഫലമായാണ് കോൺഗ്രസ് പൂർണ്ണമായി തന്നെ തകർന്നിരിക്കുന്നു. പിന്നീട് ഇദ്ദേഹം ഈ ഹിന്ദു വിരുദ്ധതയെല്ലാം പറയുമ്പോഴും ഈ ഗുജറാത്ത്, പ്രത്യേകിച്ച് മധ്യപ്രദേശ്, രാജസ്ഥാൻ തിരഞ്ഞെടുപ്പുകളിൽ ഇദ്ദേഹത്തെ ഒരു കോമാളിയായി ചന്ദനക്കുറിയും ഇട്ട് ക്ഷേത്രങ്ങളോ എല്ലാം കാണുന്നത്. ഹിന്ദു ആധ്യാത്മിക മഠങ്ങളിലെല്ലാം അദ്ദേഹത്തെ കാണാം ആ സമയത്ത്. അല്ല, കാണുമ്പോഴും അന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയും നിങ്ങൾ ഈ അവസാന ഘട്ടത്തിൽ വന്നിട്ട് കാര്യമില്ല, വലിയ ഒരു ഭാഗത്ത് ഹിന്ദുക്കളെ തെറിവിളിക്കുകയും മറുഭാഗത്ത് അവസാന ഘട്ടത്തിൽ വോട്ട് ചോദിച്ചു പോകുമ്പോൾ അവർ പരിഗണിക്കില്ല. അതുകൊണ്ടാണ് നാം ഗുജറാത്തിൽ ഇപ്പോൾ 30ാമത്തെ വർഷത്തിലേക്കാണ് BJP സർക്കാർ പോകുന്നത്. പിന്നീട് മധ്യപ്രദേശിലും അതിന് ഇടക്കാലത്ത് കുറച്ചുനാൾ ഇല്ലാതിരുന്നു. മറിച്ച് പല സംസ്ഥാനങ്ങളിൽ അധികാര തുടർച്ച ഉണ്ടാകുകയാണ്. അങ്ങനെ സംഘടനാപരമായി മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പ് വിജയം പോലും BJPക്ക് സമ്മാനിച്ചത് കോൺഗ്രസിന്റെ പിടിപ്പുകേട് ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഹരിയാനയിലെല്ലാം അത്തരം എന്തായാലും ഇപ്പോൾ ഇത് BJP ഈ തന്ത്രം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് BJP ഇപ്പോൾ എല്ലാ വേദികളിലും പറയുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക. കാരണം അതെ, ഭൂരിപക്ഷ സമുദായം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറയുന്നു. കാരണം ഇത്തരം പ്രചരണം
കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയപ്പോൾ ഈ BJP അത്ര വലിയ രീതിയിൽ അഡ്രസ്സ് ചെയ്തിരുന്നില്ല. അതാണ് വലിയ പരാജയത്തിന് കാരണമായത്. നമുക്കതറിയാം, ഉത്തർപ്രദേശിലെ വലിയ രീതിയിൽ തന്നെ ഈ തിരിച്ചടിയായിട്ടുണ്ട്. ഈ രാഹുൽ ഗാന്ധിയുടെ വിഭജനം വലിയ രീതിയിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാ കാലത്തും അങ്ങനെ നടക്കില്ലല്ലോ. കാരണം രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം വിജയിച്ചാൽ തന്നെ ഇടയ്ക്കായി അദ്ദേഹത്തിന് വിയറ്റ്നാമിൽ പോകേണ്ട കാര്യങ്ങളുണ്ട്, പട്ടായ പോകണം, അങ്ങനെ തിരക്കിലാണ്. ആ തിരക്കുകൾ അദ്ദേഹത്തിനുണ്ട്. എന്തായാലും ജനങ്ങൾക്ക് അങ്ങനെ തിരക്കൊന്നുമില്ല. അവർ ജനങ്ങളെല്ലാം വ്യക്തമായി തന്നെ വീക്ഷിക്കുകയാണ്, പഠിക്കുകയാണ്. എന്തായാലും കോൺഗ്രസിൻ്റെ ഹിന്ദു വിരുദ്ധ പ്രസ്താവനകൾ തുടരുകയാണ്.